അങ്ങനെ നമ്മ രണ്ടുപേരും ഫുൾ ഡയമണ്ട് ആർമർ ആയിട്ടുണ്ട്. ഇതായിട്ട് അമരൻ എന്തോ ഇൻട്രോ കണ്ടാണെന്ന് തോന്നി എടുക്കുന്നത്. കുനിഞ്ഞു നിന്നാണ് ഇൻട്രോ എടുക്കുന്നത്, താഴോട്ട് നോക്കിക്കൊണ്ട് എന്തോ പറയാണ്. അപ്പോൾ നമ്മൾ ഫുൾ ഡയമണ്ട് ആർമർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇതെൻ്റെ കയ്യിൽ ടൂൾസും എല്ലാം ആയിട്ടുണ്ട്. ഇതാ എല്ലാത്തിനും എല്ലാ ബുക്കും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാ ആർമറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ആർമർ അങ്ങനെ ഇട്ട് കാണിക്കാം. എൻ്റെ ഷവൽ എവിടെ പോയെന്ന് വെച്ചാൽ എൻ്റെ ഷവൽ ഞാൻ എവിടെയോ കൊണ്ട് കളഞ്ഞു. പിന്നെ ആരോ എൻ്റെ കയ്യിലുള്ള ബോ ഉണ്ട്, ആരോ ഇല്ല. ആരോവും ഞാൻ എവിടെ കൊണ്ട് ചെസ്റ്റിൽ വെച്ചിട്ടുണ്ട്. ഷവൽ കൊണ്ട് കളഞ്ഞു, ആരോ ആടെ ചെസ്റ്റിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഒരു ഷീപ്പ് ഫാം ഉണ്ടാക്കാനാണ്. അപ്പോൾ ഷീപ്പ് ഫാം ഇന്ന് ഉണ്ടാക്കുന്ന ഷീപ്പ് ഫാമും അതിൻ്റെ പൊക്കത്തിലൊരു ബിൽഡുമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഹാപ്പി കാസ്റ്റിനെ കാണിച്ചിട്ട് അതിനൊന്ന് വളർത്താൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ചു വെക്കണം. ആദ്യം ഞാൻ പോയിട്ട് ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് വരട്ടെ. ഓക്കെ, ഒരു ബക്കറ്റ് വെള്ളം കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഈ വെള്ളം ഇവിടെ ഒഴിക്കാം. വെള്ളം ഒഴിച്ചിട്ട് ഹാപ്പി കാസ്റ്റ് ഉടനെ വെക്കട്ടെ. അതിന് അച്ചീവ്മെൻ്റ് ഉണ്ടല്ലേ, അച്ചീവ്മെൻറ്റ് എനിക്കും പൊട്ടിക്കണം. ഞാൻ പറഞ്ഞു അമരനോട് എനിക്കും പൊട്ടിക്കണം, അപ്പോൾ പൊട്ടിക്കാൻ പറഞ്ഞു. ഓക്കെ, അച്ചീവ്മെൻറ്റ് ഹാപ്പി കാസ്റ്റിൻ്റെ അച്ചീവ്മെൻ്റ് ഉണ്ട്. നമുക്ക് ഈ അച്ചീവ്മെൻ്റ് ഒന്ന് പൊട്ടിക്കാം. ബക്കറ്റല്ല, നമുക്ക് ഈ ഹാപ്പി കാസ്റ്റിനടുത്ത് ഇവിടെ വെറുതെ പ്ലേസ് ചെയ്ത അച്ചീവ്മെൻറ്റ് പൊട്ടേണ്ടതാണ്. ഓക്കെ, അച്ചീവ്മെൻറ്റ് പൊട്ടിയിട്ടുണ്ട്. ഇനി നേരെ ഷീപ്പ് ഫാം ഉണ്ടാക്കുന്ന അങ്ങോട്ട് പോവാം. ഷീപ്പ് ഫാം അമരം കാര്യങ്ങളൊക്കെ കെട്ടുന്നുണ്ട്. അത് ഷീപ്പ് ഫാം ഉണ്ടാക്കേണ്ട അത്ര വലിയ കാര്യമൊന്നുമല്ല. ഷീപ്പ് ഫാം ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കും. അറിയാത്തവർ അമരൻ്റെ ചാനൽ കയറി നോക്കാം. നമുക്ക് 4 ഷീപ്പിനെ വേണമെന്ന് പറഞ്ഞു. 3 ഷീപ്പിനെ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഒരു ഷീപ്പിനെ ഞാൻ തപ്പുന്നതാണ്. ഇത് അമരനയുടെ ഷീപ്പ് ഫാം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞു ഒറ്റ സ്റ്റോറേജ് ഏരിയയിൽ ഉണ്ടാക്കാമെന്ന്. പിന്നെ പറഞ്ഞു നമുക്ക് അങ്ങനെ ആക്കുമ്പോൾ കുറച്ച് പണിയാണെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ സ്റ്റോറേജ് ഉണ്ടാക്കുന്നില്ല ഷീപ്പ് ഫാമിൻ്റെ. അപ്പോൾ ഈ ഷീപ്പ് ഫാമിന് വേണ്ട സംഭവങ്ങളൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ ഓഫ് ക്യാമറ ആയിരുന്നു. പിന്നെ കുറച്ച് ഡയമണ്ടും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഫുള്ളായിട്ട് പൊട്ടിച്ച് എടുത്തിട്ടുണ്ട് ഡയമണ്ട്. നമ്മുടെ മൈനിങ് ഏരിയയിൽ പോയിട്ടായിരുന്നു നമ്മൾ ഡയമണ്ട് കാര്യങ്ങളൊക്കെ ഒപ്പിച്ചത്. അതൊക്കെ ഓഫ് ക്യാമറ ഇരുന്ന് ചെയ്തതാണ്. പിന്നെ ഡയമണ്ട് ആർമറും ഡയമണ്ട് ടൂളും മേടിച്ചത് അത് വില്ലേജർമാരുടെ നിന്നായിരുന്നു നമ്മൾ മേടിച്ചത്. ഇപ്പോൾ ഇവിടെ ഇതാ 3 ഷീപ്പ് ഉണ്ട്. ഇവരെ നമുക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്താം. ഷീപ്പ് ഫാമിൻ്റെ പകുതി പണി കഴിഞ്ഞിട്ടുണ്ട്. ബിൽഡല്ല, മറ്റേ പണി കഴിഞ്ഞിട്ടുണ്ട്. ഒരുത്തനെ കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്താമല്ലോ നമുക്ക്. അപ്പോൾ ഈ ഷീപ്പുകളെ കൊണ്ടുപോയി ഇരുത്തുന്നതിൻ്റെ ഒരു ചെറിയൊരു റീപ്ലേ പോലെ കണ്ടിട്ടോ. ഷീപ്പ് ഫാം കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇവിടുത്തെ ചോപ്പ് ആടെ പോയെന്ന് വെച്ചാൽ അതിന് ഞാൻ അറിയാതെ കൊന്നുപോയി. അതിൻ്റെ അടുക്ക് വേറെ ഷീപ്പിനെ കൊണ്ട് ഇരുത്തിയതാണ്. അടുത്ത നമ്മൾ ഓഫ് ക്യാമറയിൽ ഇരുന്ന് ഇതിൻ്റെ പൊക്കത്തിലൊരു ബിൽഡ് കൊണ്ടുവരുന്നതായിരിക്കും ഗെയ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.